പടം മാളികപ്പുറവും അദ്ദേഹം തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നു, ആന്റോ ചേട്ടനും അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതിന്റെ നിർമ്മാണ സമയത്ത് ഒരു സമയത്ത് ശബരിമലയിൽ അദ്ദേഹം എത്തുകയും നമ്മൾ കഥയൊക്കെ പറഞ്ഞാണ്. അന്നും അദ്ദേഹം കുറച്ച് കറക്ഷൻസ് ഒക്കെ പറഞ്ഞു. ശബരിമല വെച്ച് നമുക്ക് അദ്ദേഹത്തിന് ഷൂട്ട് ചെയ്ത് അദ്ദേഹം വിഷ്വൽ കാണിക്കുന്നു. അന്ന് അദ്ദേഹം എന്നെയും വിഷ്ണുവിനെയും മാറ്റിയെടുത്ത ഒരു കാര്യം പറഞ്ഞു, ഈ സിനിമയുടെ ക്ലൈമാക്സ് മാറ്റണമെന്ന് പറഞ്ഞു. അതായത് ഈ സിനിമയിലെ ക്ലൈമാക്സിൽ ഉണ്ണി മുതലെ പോലീസാക്കി നിർത്തണ്ട, ഇതിനെ അയ്യപ്പനാക്കി തന്നെ നിർത്തണം എന്ന് അദ്ദേഹം പറഞ്ഞു. അന്ന് ഞാനും വിഷ്ണു പറഞ്ഞത് ഒരിക്കലും നടക്കില്ല. കാരണം ഈ സിനിമയുടെ സക്സസ് എന്ന് പറഞ്ഞത് ഇതിനെ ഭയങ്കര റിയാലിറ്റിയിൽ അല്ലെങ്കിൽ റിയലിസ്റ്റിക് ആയിട്ട് ഇതിനെ കൊണ്ട് ക്ലൈമാക്സ് നിർത്തിയാൽ മാത്രമേ ഈ സിനിമ വിജയിക്കുന്നുള്ള വാശിയിൽ ഞങ്ങൾ നിന്നു. അന്ന് അദ്ദേഹത്തിന് അതൊരു വലിയ ഈഗോ ആയിരുന്നു. പിന്നീട് അദ്ദേഹത്തിന്റെ പല വേദികളിലും അദ്ദേഹം ആ സമയത്ത് അദ്ദേഹത്തിന്റെ 3 പടങ്ങളാണ് ഇറങ്ങുന്നത്. മാളികപ്പുറം വെച്ച് മറ്റ് 2 പടത്തെ പറ്റി അദ്ദേഹം ഭയങ്കര പ്രതീക്ഷ പറയുമ്പോൾ മാളികപ്പുറത്തിൽ ഒരു വളരെ ചെറിയ പടമാണ് അത്. ഉണ്ണിയുടെ പടം ആ സമയത്ത് ഒന്നും ഓടുന്നില്ല, ഉണ്ണിയുടെ പടത്തിന് ബിസിനസ് ഇല്ല എന്ന രീതിയിൽ വരെ സംസാരം വന്നപ്പോൾ മാളികപ്പുറം ഒരു വലിയ സക്സസിലേക്ക് പോവുകയും ഈ പറയുന്ന 100 കോടിയുടെ കളക്ഷൻ റിപ്പോർട്ട്സ് വരെ അന്നത്തെ പ്രൊമോഷൻ സമയത്ത് പുറത്തു പോയപ്പോൾ വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം ഈ അടുത്ത സമയത്ത് ഒരു ഇന്റർവ്യൂ ചെയ്ത് പറയുകയാണ്, എനിക്ക് മാളികപ്പുറത്ത് 100 കോടി കിട്ടിയില്ല, 75 കോടി കിട്ടിയുള്ളൂ. അതൊരു പ്രൊഡ്യൂസർ പറയാണ്, ഓക്കെ, അത് അദ്ദേഹത്തിന് ഇഷ്ടം. ഇതിനിടയിൽ ഞാൻ അടുത്ത പടം, അതായത് എഴുതാൻ അറിയാത്ത എന്നെ വെച്ചിട്ട് അദ്ദേഹം 3ാമത്തെ പടം ആനന്ദ് ശ്രീബാലൻ. ഇതിന് തൊട്ട് മുന്നേ അദ്ദേഹം എഴുതിയൊരു പുസ്തകമുണ്ട്. ഞാൻ ദുബായി വെച്ചിട്ട് പോവുകയും ആ പുസ്തകം അദ്ദേഹം എനിക്ക് വായിക്കാൻ തന്നിട്ട് അദ്ദേഹം എടുത്ത് പറഞ്ഞു, ഇതിലെ എല്ലാ കഥകളും സിനിമയാക്കാൻ പറ്റും. അഭിലാഷ് ഇത് വായിച്ചിട്ട് ഇതിലൊരു മജീഷ്യന്റെ കഥയുണ്ട്, ആ സിനിമ നമുക്ക് അത് തിരക്കഥയാക്കി സിനിമ ചെയ്യാം, പ്ലാൻ ചെയ്യാൻ പറഞ്ഞു. ഞാനത് വായിച്ചു. ഞാൻ മോശം എന്ന് പറയുകയല്ല, എന്റെ ടേസ്റ്റിന് പറ്റിയ പടങ്ങളല്ല, കാരണം അതിനേക്കാൾ എത്രയോ ബെറ്ററായ കഥകളും അല്ലെങ്കിൽ കഥാപാത്രങ്ങളും നമുക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ വിളിച്ചാൽ ഇത് എന്റെ ടേസ്റ്റിന് പറ്റില്ല. ഞാൻ അങ്ങനെ പറഞ്ഞ് അദ്ദേഹത്തെ വിഷമിപ്പിക്കാതിരിക്കാനാണ്, പ്രാക്ടിക്കലി പറഞ്ഞാൽ വിഷമിപ്പിക്കാതിരിക്കാൻ പറഞ്ഞത്. കാരണം എനിക്കത് വർക്കായില്ല കഥകളൊന്നും. അന്ന് അദ്ദേഹം എന്റെ അടുത്തോട് തനിക്ക് എന്തറിയാം, ഇതൊക്കെ ഹിറ്റാകാൻ പോകുന്ന കഥകളാണ്. ഞാൻ വിളിച്ചേട്ടാ ധൈര്യമായിട്ട് ചെയ്യും, കാരണം മാമാങ്കം മുതൽ അത് നമ്മൾ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കോൺഫിഡൻസ്. അദ്ദേഹം ചെയ്യട്ടെ, നമുക്ക് ഒരു പ്രശ്നമില്ല, പുള്ളി ചെയ്തോട്ടെ, കാരണം കയ്യിൽ കാശുണ്ട്, അവിടെ പുള്ളിക്ക് എന്ത് കോൺഫിഡൻസിൽ എന്ത് ചെയ്യാം, ഞാൻ ചെയ്തോട്ടെന്ന് പറഞ്ഞു. അതിനുശേഷം ആനന്ദ് ശ്രീബാല ആലോചിച്ച് നോക്കണം, എഴുതാൻ അറിയാത്ത എന്റെ 3ാമത്തെ സിനിമ അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇന്നലെ അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ, മുരളി പറഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ ആനന്ദ് ശ്രീബാല നഷ്ടമായിരുന്നു. ആയിക്കോട്ടെ, മാളികപ്പുറത്തിന്റെ ലാഭത്തിന്റെ 10-1 ആയിട്ടില്ല ആനന്ദ് ശ്രീബാലയുടെ ബഡ്ജറ്റ്. ആ സിനിമയുടെ ഔട്ട് അതിൽ സംവിധാനം ജീവിച്ചിട്ടുണ്ട് വിനയൻ സാറിന്റെ മകൻ വിഷ്ണു. ആ സിനിമ ഇറങ്ങി പുറത്തു വന്ന് അത് മിക്സർ റിവ്യൂ ആയിട്ട് പോലും തിയേറ്ററിൽ ആൾ വന്ന സമയത്ത് ഇദ്ദേഹം ആ ഡയറക്ടറെ വിളിച്ച് പറയുകയാണ്, ഞാൻ ഈ പടത്തിന് പ്രൊമോഷൻ ചെയ്യില്ല, ഞാൻ ഓടിക്കില്ല എന്നൊരു സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം പറഞ്ഞു. ഒരു സംവിധായകന്റെ അവസാനം അവന്റെ ആദ്യത്തെ പടമാണ്, കയ്യിൽ കാശുള്ള ഒരു പ്രൊഡ്യൂസറിന്റെ ധാർഷ്ട്യം. ഇന്ന് ഞാൻ പറയുന്നത്, ഈ പ്രസ് മീറ്റ് കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് ഇനിയും സോഷ്യൽ മീഡിയ അറ്റാക്ക് ഞങ്ങൾക്ക് നേരെ ഉണ്ടാവും. കാരണം കഴിഞ്ഞ 2 ദിവസം കാണുന്ന PR വർക്ക്സ് ഞങ്ങൾ കാണുന്നതാണ്. കാശ് കൊടുക്കാതെ ഒരു PR ഇവിടെ പണിയെടുക്കില്ല എന്ന് കൃത്യമായിട്ട് എന്റെ മുന്നിൽ എല്ലാ മീഡിയ കേൾക്കാൻ പറയുന്നത്. ഇത് ഞാൻ പേര് പറയുന്നില്ല, നിങ്ങളിൽ എനിക്ക് പേഴ്സണലി അറിയാവുന്നവർ തന്നെ എന്റെ അടുത്ത് ഇന്നലെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളിൽ ആർക്കൊക്കെ കാശ് ഓഫർ വന്നു എന്നുള്ളത്. സത്യസന്ധമായി പറഞ്ഞ് ഞങ്ങളത് ചെയ്യില്ല എന്ന് പറഞ്ഞ് എന്റെ കൂടെ നിന്ന മീഡിയ പ്രവർത്തകരുണ്ട്. എന്നാൽ അത് വാങ്ങിച്ച ടീംസ് ഉണ്ട്, അതിന് കാണുന്നുണ്ട്, സോഷ്യൽ മീഡിയ കംപ്ലീറ്റ് കാണുന്നുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.